നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ കളിയിലെ ചേട്ടൻ്റെ ഇന്നിങ്സ് കണ്ട് ഇക്കളിയിൽ അദ്ദേഹം മികവ് കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചെത്തിയവരെ അദ്ദേഹം നിരാശപ്പെടുത്തി. അദ്ദേഹം മാത്രമല്ല, ടോപ്പ് ഓർഡറിൽ ഇറങ്ങിയ പലരും, ഉർവിൽ പട്ടേലും സർഫ്രാസ് ഖാനും അങ്ങനെ ടോപ്പ് ഓർഡറിലുള്ളവരൊക്കെ നിരാശപ്പെടുത്തിയപ്പോഴും ഒരു ഭാഗത്ത് ഋതു പിടിച്ചു നിന്നു. ഋതു രക്ഷപ്പെടുത്തി. ഒപ്പം കാർത്തിക് ശർമ്മയും അതുപോലെ ജെയ്മി ഓവേർട്ടനുമൊക്കെ വളരെ ഹാൻഡി ആയിട്ടുള്ള കമിയോസ് കൂടി കളിച്ചപ്പോൾ 100 കടക്കുമോ എന്നൊരു ഘട്ടത്തിൽ ശങ്കിച്ച് നിന്ന CSK ഒരുവിധം 158 റൺസിലേക്ക് 20 ഓവർ പൂർത്തിയാകുമ്പോൾ എത്തിയിട്ടുണ്ട്. ഇത് മതിയാകുമോ എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. പക്ഷേ എത്രയോ വലിയ നിരാശയിലേക്ക് വീഴുമായിരുന്നിടത്ത് നിന്ന് ചെറിയൊരു പ്രതീക്ഷ നൽകാൻ ഇപ്പോൾ ഋതുവിന് കഴിഞ്ഞിട്ടുണ്ട്. ചെപ്പോക്കിൽ ടോസ് ലഭിച്ച GT ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. തുടക്കത്തിൽ ബോൾ നന്നായിട്ട് മൂവ് ചെയ്യുന്നുമുണ്ടായിരുന്നു. സിറാജും റബാദയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ചേട്ടൻ വീഴുന്നത്. കാഗിസോ റബാദയുടെ പന്തിൽ ജോസ് ബട്ട്ലർ പിടിച്ച് മടങ്ങുമ്പോൾ 15 പന്തിൽ നിന്ന് 2 ഫോറുകളുടെ സഹായത്തോടെ 11 റൺസാണ് സഞ്ജു നേടിയിരുന്നത്. പിന്നാലെ ഉർവിൽ പട്ടേൽ 3 പന്തുകൾ 4 റൺസുമായിട്ട് മടങ്ങിപ്പോയി. റബാദയുടെ പന്തിൽ ജെയ്സൺ ഓൾട്ടർ പിടിച്ച് പുറത്തായി. അപ്പോൾ എന്താ, പിന്നെ ഇമ്പാക്റ്റ് സബ്ബായിട്ട് അപ്പോൾ തന്നെ സർഫ്രാസ് ഖാൻ ഇറക്കി. ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ബൗളിങ്ങിൽ ഇനിയിപ്പോൾ മുകേഷ് ചൗധരി ഇറക്കാൻ പറ്റില്ല. തുടക്കത്തിൽ തന്നെ പ്ലാൻ ബി ഓപ്റ്റ് ചെയ്യേണ്ടി വന്നു CSKക്ക് എന്നർത്ഥം. എന്നിട്ട് ഗുണമുണ്ടായോ? ഇല്ല. സിറാജിൻ്റെ പന്തിൽ ജോസ് ബട്ട്ലർ പിടിച്ച് ഗോൾഡൻ ടക്കായിട്ട് സർഫ്രാസ് ഖാൻ മടങ്ങി. CSK കൂപ്പ് കുത്തുന്ന കാഴ്ച. 26-3 രക്ഷപ്പെടുത്തും ഡേവിഡ് ബ്രവിസ് എന്ന് കരുതിയെങ്കിൽ 9 പന്തിൽ നിന്ന് 2 റൺസുമായിട്ട് മനോജ് സുതാറിൻ്റെ പന്തിൽ ശുഭ്മൻ ഗില്ല് പിടിച്ച് പുറത്താകുമ്പോൾ CSKയുടെ സ്കോർ ബോർഡിലുണ്ടായിരുന്ന 37 റൺസാണ്. പിന്നെ ശിവൻ ദ്യൂബ എത്തുന്നു. ശിവൻ ദ്യൂബയും ഋതുരാജ് ഗെയ്ക്വാദും ചേർന്നുകൊണ്ട് ടീമിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു. വളരെ പതിയെ നീങ്ങിയ CSKയുടെ ഇന്നിങ്സ് 100 കടക്കുമോ എന്ന ആശങ്ക. ഒന്ന് ആക്സിലറേറ്റ് ചെയ്ത് തുടങ്ങിയതാണ് ശിവൻ ദ്യൂബ. പക്ഷേ അർഷദ് ഖാൻ്റെ പന്തിൽ ബൗൾഡായിട്ട് പോയി. 17 പന്തിൽ നിന്ന് 3 ഫോറും 1 സിക്സും അടക്കം 22 റൺസാണ് അദ്ദേഹം നേടിയത്. മറുഭാഗത്ത് ഋതു അവസരത്തിനൊത്ത് ഉയർന്ന് പതിയെ സ്കോർ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ അദ്ദേഹം സ്കോർ ചെയ്ത് തുടങ്ങിയിരുന്നു. കാർത്തിക് ശർമ്മ 3 ഫോറുകളുടെ സഹായത്തോടെ 9 പന്തുകളിൽ നിന്ന് 15 റൺസ് അടിച്ചു. പക്ഷേ കാഗിസോ റബാദയുടെ പന്തിൽ ജെയ്സൺ ഓൾട്ടർ പിടിച്ച് പുറത്തായി. പിന്നെ ജെയ്മി ഓവേർട്ടൻ്റെ അടി. ജെയ്മി ഓവേർട്ടൻ വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഹിറ്റുകളാണ് നടത്തിയത്. 1 സിക്സർ, 3 ഫോറുകൾ അർഷദ് ഖാൻ്റെ പന്തിലാണ് അതൊക്കെ അടിച്ചത്. വീണ്ടും അടിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹത്തെ ബൗണ്ടറി ലൈനിൽ ഷാറുഖ് ഖാൻ പിടിക്കുന്നത്. 6 പന്തുകളിൽ നിന്ന് 18 റൺസ്. പിന്നെ അവസാന ഓവറിൽ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഋതു. മറുഭാഗത്ത് അഖിൽ ഹുസൈനാണല്ലോ. അപ്പോൾ അവസാന ഓവറിൽ 3 ഫോറുകളാണ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നത്. മനോജ് സുതാറാണ് അവസാന ഓവർ എറിഞ്ഞത്. ആദ്യ പന്ത് ബൗണ്ടറിയിലേക്ക് അടിച്ചു. പിന്നെ ഡോട്ട് ബോൾ വന്നു. അടുത്ത പന്തിൽ ഡബിൾ അടിച്ചു. വീണ്ടും ഒരു ഫോറ്. അങ്ങനെ ഒടുവിൽ ആ ഒരു ഓവറിൽ 15 റൺസ് അടിച്ചുകൊണ്ട് സ്കോർ ബോർഡ് 158 എത്തിച്ചു ഋതുരാജ് ഗെയ്ക്വാദ്. ക്യാപ്റ്റൻ ഋതു 60 പന്തുകൾ 6 ഫോറും 4 സിക്സും അടക്കം 123.33 സ്ട്രൈക്ക് റേറ്റിൽ 74 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നതുകൊണ്ടാണ് 100 കടന്ന് 150 കടന്ന് CSKയുടെ സ്കോർ എത്തിയത്. ജയിക്കാൻ GTക്ക് വേണ്ടത് 159 റൺസാണ്. അതത്ര വലിയൊരു സ്കോറല്ല. പക്ഷേ CSKയുടെ സ്പിന്നർമാർ എന്ത് ചെയ്യും ഈ പിച്ചിൽ എന്നുള്ളതാണ് ചോദ്യം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.